بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي لم يتخذ ولدا ولم يكن له شريك في الملك. اللهم صل وسلم وزد وبارك على من لا نبي بعده وعلى آله وصحبه الطيبين الطاهرين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ബഹുമാന്യരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറെ സമയം നമ്മൾ ചിലവഴിക്കുന്ന, നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് വിശദീകരിക്കുകയാണ് നമ്മൾ. അതിൽ അൽഹംദുലില്ലാ എന്ന ഭാഗം, ഹംദിന്റെ പ്രാധാന്യവും നിരന്തരമായി അൽഹംദുലില്ലാ എന്നുള്ള അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ആ ശുക്ർ രേഖപ്പെടുത്തുമ്പോൾ, അത് ഉരുവിടുമ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് റബ്ബുൽ ആലമീൻ എന്ന ഭാഗമാണ്. ആ റബ്ബുൽ ആലമീൻ എന്ന ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റബ്ബ് അൽ ആലമീൻ, ഈ രണ്ട് ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് പദങ്ങളാണ് അതുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണമാണ് ഈ റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത്. നമ്മൾ പലരും പറയാറുണ്ട് റബ്ബുൽ ആലമീൻ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് തിരക്കും അൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് വളരെ സന്തോഷകരമായ സാഹചര്യത്തിൽ നമ്മൾ പറയും. ഇതില് റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആരെയാണ് റബ്ബ് എന്ന് പറയാൻ പറ്റുക? ഇതാണ് നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യം. ചില ആളുകളൊക്കെ റബ്ബ് എന്നുള്ളതിന് യജമാനൻ എന്നർത്ഥം പറയും, നാഥൻ എന്നർത്ഥം പറയും. മലയാളത്തിൽ ഏറ്റവും നല്ലത് നാഥൻ എന്ന് പറയലാണ്. യജമാനൻ എന്ന് പറയുമ്പോൾ, യജമാനൻ നമ്മൾ ചില പഴയ കാലത്തൊക്കെ പോലീസുകാരൊക്കെ വിളിച്ചിരുന്നു, അതുപോലെ തന്നെ ബോസ് എന്നൊരു രൂപത്തിലാണ് വരിക. പക്ഷെ അത് അതിന്റെ കൃത്യമായ അർത്ഥതലങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. റബ്ബ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരെയാണ് റബ്ബ് എന്ന് പറയാ? നമുക്ക് സുപരിചിതമായ ഒരു സൂറത്തുണ്ട്, സൂറത്ത് ആല, അല്ലെ? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅലല്ലദീ ഖലഖ ഫസവ്വ, അല്ലെ? നീ മഹോന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ പ്രകീർത്തിക്കണം. സബ്ബിഹ് ഇസ്മ റബ്ബിക, നിന്റെ റബ്ബിന്റെ ഇസ്മിനെ നീ പ്രകീർത്തിക്കണം. ആരാണ് റബ്ബ്? അല്ലദീ ഖലഖ ഫസവ്വ, അവനത്രേ നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് ആവശ്യമായ രൂപഘടന നൽകി നിങ്ങളെ സംവിധാനിച്ചവൻ. അവനെയാണ് നിങ്ങൾ തസ്ബീഹ് നടത്തുന്നത്, സ്തോത്ര കീർത്തനങ്ങൾ അവനാണ് നിങ്ങൾ അർപ്പിക്കേണ്ടത് എന്നാണ്. അതെ, ഖാലിഖാണ് അല്ലാഹു. റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ ആരാവണം? ഖാലിഖാണ്, സ്രഷ്ടാവണം. സ്രഷ്ടാവിന് മാത്രമേ റബ്ബ് എന്ന് പറയാൻ പാടുള്ളൂ. റബ്ബ് എന്ന് പറഞ്ഞ പദത്തിനെ അർത്ഥം കൽപ്പിക്കപ്പെടുന്നത് റബ്ബ് അൽ ഖാലിഖു വൽ മാലികു വൽ മുദബ്ബിർ, മൂന്ന് അള്ളാഹുവിന്റെ നാമങ്ങളാണ് ആ റബ്ബ് എന്ന ഒരു നാമത്തിൽ ഉൾക്കൊള്ളുന്നത്.
അള്ളാഹുവിന്റെ 3 നാമങ്ങൾ. ആ ഓരോ നാമത്തിനും അതിൻ്റെതായ അർത്ഥങ്ങളും വിശേഷണങ്ങളും ആണ്, അല്ലെങ്കിൽ അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട്. വളരെ വിശാലമായ അർത്ഥതലങ്ങളാണ് അല്ലെ. ഖാലിഖ്, സാധാരണ ഒരു എന്തെങ്കിലും ഒരു കവിത എഴുതുന്ന ആൾ ഇതാരുടെ സൃഷ്ടിയാണെന്ന് ചോദിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു കഥ എഴുതുന്ന ആള് ഇതാരുടെ സൃഷ്ടിയാണ് എന്ന ആ ഒരു കഥയെ സംബന്ധിച്ച് ചോദിക്കും, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്, അതൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സൃഷ്ടിയാണോ? അല്ല, അൽ ഖാലിഖ്, മഹോന്നതനായ സ്രഷ്ടാവാണ്. ആ സ്രഷ്ടാവിനോട് ശുക്രൻ ജസാക്കല്ലാഹു ഖൈർ. മഹോന്നതനായ സ്രഷ്ടാവ് അൽ ഖാലിഖ്. ഖാലിഖ് മാത്രമാണോ? അല്ല, ഖാലിഖും വൽ മാലിക്, എല്ലാത്തിന്റെയും ഉടമസ്ഥനാണ്. മറ്റൊരാൾക്കും ഉടമസ്ഥാവകാശം ഇല്ല. അള്ളാഹ് താൽക്കാലികമായി ചില ഉടമസ്ഥാവകാശം നൽകിയിട്ടുണ്ട് എന്നുള്ള ശാശ്വതമായും ഒരു കാര്യത്തിലും ഒരാൾക്കും ഉടമസ്ഥാവകാശമല്ല. ഒരു വീട്, നമ്മുടെ വീട് പോലും ഇത് ആരുതാ, ഇത് എന്റേതാ നമ്മൾ പറയും. ഡ്രസ്സ് ആരുതാ, അത് എന്റേതാന്ന് പറയും. എന്നാൽ അത് നമ്മുടേതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ മാത്രം എന്ത് ഗ്യാരണ്ടി ഉള്ളത്? കാരണം ഏത് സമയത്തും നമ്മൾ പോയാൽ അത് മറ്റാരുടേതോ ആയി മാറി അല്ലെ, ഏത് സമയത്തും നമ്മൾ നഷ്ടപ്പെട്ടു പോവാം. അപ്പോ യഥാർത്ഥത്തിൽ ഒന്നും നഷ്ടപ്പെടാതെ കൃത്യമായി ഉടമസ്ഥാവകാശം വെച്ചു പുലർത്തുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. വൽ മുദബ്ബിർ, കാര്യങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്നവരും അള്ളാഹുവാണ്. അപ്പൊ നിയന്ത്രിക്കുന്ന എല്ലാത്തിന്റെയും ഉടമസ്ഥനായ എല്ലാത്തിന്റെയും സ്രഷ്ടാവുമായ ആൾക്ക് പറയുന്ന പേരാണ് യഥാർത്ഥത്തിൽ റബ്ബ് എന്നുള്ളത്. റബ്ബ്. അപ്പൊ റബ്ബ് എന്ന് പറഞ്ഞ ആരാ? അത് നാഥൻ, നാഥ, അല്ലെ പടച്ചോനെ എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു കേവല അർത്ഥത്തിൽ ഒതുങ്ങുന്ന പദമല്ല റബ്ബ്, വളരെ വിശാലമായ അർത്ഥം. നോക്കൂ നിങ്ങൾ, ഫിറഔനോട് ചോദിച്ചു, ഫിറഔൻ ചോദിക്കാണ് മൂസാ നബിനോട്, വമാ റബ്ബുൽ ആലമീൻ, ആ ഈ മൂസ നീ പറഞ്ഞ റബ്ബുൽ ആലമീൻ ആരാ? നമ്മൾ പറയാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോ അത് ആരാ ചോദിക്കാണ് മൂസാ നബിനോട് ഫിറഔൻ. മൂസാ നബി പറയാണ്, ഖാല റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സ്രഷ്ടാവാണവൻ, വമാ ബൈനഹുമാ, അതിനിടയിലുള്ളത്. അപ്പൊ ആകാശ ഭൂമികളിലുള്ളത് എന്തൊക്കെയുണ്ടോ അതിനിടയിൽ എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ റബ്ബ് അവനാണ് റബ്ബുൽ ആലമീൻ. അപ്പൊ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും, അതിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും. ഇനി അതിന് രണ്ടുമല്ല, അതിന് ഇടയിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും. എന്താണ് ഈ പ്രപഞ്ചം? പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും റബ്ബ് അവനാണ് ഞാൻ പറയുന്ന റബ്ബുൽ ആലമീൻ എന്ന്. മറ്റു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, ഫമൻ റബ്ബുകുമാ യാ മൂസ, മൂസ നീ പറയണ ഈ റബ്ബ്, റബ്ബ് നിന്റെ റബ്ബ് എന്നൊക്കെ പറയണ്ടല്ലോ, നിന്റെ റബ്ബിനെ ആരാധിക്കണം എന്നൊക്കെ പറയണ്ടല്ലോ, ഇതാരാ? അപ്പൊ മൂസാ നബി പറയാണ്, ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, റബ്ബുനല്ലദീ അഅ്താ, റബ്ബുനല്ലദീ അഅ്താ, നമ്മുടെ രക്ഷിതാവ്, ഞങ്ങൾ പറയുന്ന നാഥൻ, രക്ഷിതാവ്, റബ്ബ്, അതാരാന്നറിയോ? അത് അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു, എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അതിന്റെ സൃഷ്ടിപ്പ് നൽകിയവനാണ്. അപ്പം ഒന്നുമില്ലാതെ, മുൻമാതൃകയില്ലാതെ കൃത്യമായി ഒരു ജീവിയെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അവൻ ആരാ? അവൻ ആ സൃഷ്ടിക്കുക മാത്രല്ല, സുമ്മഹദ, പിന്നെ അവർ എങ്ങനെ ജീവിക്കണം, അവർ ഏതുവരെ പോകണം, ഇങ്ങനെ തുടങ്ങി ആ ജീവജാലത്തിന് ജീവിക്ക് മുഴുവൻ മാർഗനിർദ്ദേശവും നൽകുന്ന, അത് ആ ജീവി ഇച്ഛിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ശരി കൃത്യമായി കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ആ ജീവിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആരാണോ അവനാണ് ഞങ്ങൾ പറയണ അള്ളാഹു, റബ്ബ്. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയണത്. അപ്പോ റബ്ബ് എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു നാഥൻ എന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങൾ ആ വാക്യത്തിൽ, ആ ഒരൊറ്റ പദത്തിൽ 2 അക്ഷരത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന് ഖാലിഖാവണം, മാലിക്കാവണം, മുദബ്ബിറാവണം. ഈ 3 വിശേഷണവും ഉൾക്കൊണ്ടെങ്കിലേ റബ്ബ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനല്ലാതെ
റബ്ബ് എന്ന് ഉപയോഗിച്ചുകൂടാ. ചില ആൾക്കാർക്ക് അബ്ദുർ റബ്ബ് എന്ന് പേരിടും, അല്ലേ? അപ്പൊ ഓനെ വിളിക്കാൻ എളുപ്പത്തില് എന്തു പറയുക, റബ്ബെ എന്നൊരാൾ വിളിച്ചാൽ വിളിക്കാൻ പാടില്ല, അബ്ദു എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലേ? അങ്ങനെ വിളിക്കാം. അതുപോലെ തന്നെ വേറെ ചില സാഹചര്യത്തില് പിന്നെ ചില നാടുകളിലൊക്കെ ഈ റബ്ബ് എന്ന പദം ചില മനുഷ്യർക്ക് ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാല് പിന്നെ എന്താണ് അവരെ കഫീൽ, സൗദിയിലെ കഫീൽ എന്ന് പറഞ്ഞ മാതിരി മറ്റു ചില നാടുകളിലൊക്കെ അർബാബ് എന്നൊക്കെ ഉപയോഗിക്കും. അത് നല്ല പ്രയോഗമല്ല. അപ്പൊ എന്തായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹ്ക്കല്ലാതെ ഈ റബ്ബ് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഇത് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വരെ അറിയായിരുന്നു. അപ്പൊ അവർക്ക് അള്ളാഹ് വിശ്വാസം ഉണ്ടായിരുന്നു. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് റബ്ബിനെ അറിയായിരുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹ് വിശ്വാസം വേണ്ടേ? അള്ളാഹ് വിശ്വാസം ഉണ്ടായിരുന്നു. ചില ആൾക്കാർ പിന്നെ എന്തിനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾ സ്വർഗത്തിന്റെ വഴിയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹിനെ അറിയാത്തോണ്ടാ? അള്ളാഹ് വിശ്വാസം ഇല്ലാത്തോണ്ടാ? അല്ല, അവർക്ക് അള്ളാഹിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വല ഇൻ സഅൽതഹും, സൂറത്തുൽ ലുഖ്മാൻ 25-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയാൻ, വല ഇൻ സഅൽതഹും, പ്രവാചകരെ താങ്കൾ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചത്? മക്കയിലുള്ള മുശ്രിക്കീങ്ങളായ ആളുകളോട് ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവര് പറയുക തന്നെ ചെയ്യും അള്ളാഹു ആണെന്ന്. അപ്പൊ അള്ളാഹു ആണെന്ന് അവര് പറയുക തന്നെ ചെയ്യുമെന്നാണ്. അപ്പൊ ആർക്ക് അള്ളാഹിനെ അറിയാം? മക്കൽ മുശ്രിക്കീങ്ങൾക്ക് അറിയാം. മൻ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബാരാ? അവര് പറയും അള്ളാഹു ആണെന്ന്. മാത്രല്ല, ഒരു സ്വഹാബി ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് റാഷിദ് സലമി എന്നാണ്. റാഷിദ് സലമി. അങ്ങനെ അദ്ദേഹം ഹുദൈല് അതുപോലെ തന്നെ ബനു ലഫർ ഈ രണ്ട് ഗോത്രങ്ങളുടെയും ആരാധ്യനായിരുന്ന സുവാ എന്ന് പറയുന്ന ഒരു ബിംബം, ഒരു വിഗ്രഹം, ആ വിഗ്രഹത്തെ കൊണ്ടുപോവാൻ ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ അദ്ദേഹം ആ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് വിഗ്രഹത്തെയും കൊണ്ടുപോകുന്ന സമയത്ത് മരുഭൂമിയിൽ ആരില്ലാത്ത സ്ഥലത്ത് അതിനൊരു സ്ഥലത്ത് വെച്ച് മുപ്പര് ഒന്ന് അല്പം മാറി നിന്നിട്ട് എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാ. പോയി വരുന്ന സമയത്ത് ഈ വിഗ്രഹത്തിന്റെ മേലെ ഒരു രണ്ട് ചെന്നായകളുണ്ട്. അതിൽ ഒരു ചെന്നായ മൂത്രം ഒഴിക്കുന്നുണ്ട്. ഈ നായ്ക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു സാധനം ചാരിക്കണണ്ട അയിമക്കാണല്ലോ ഒഴിക്കുക, അല്ലെ? ഈ തെങ്ങായാലും കവുങ്ങായാലും ഒക്കെ അങ്ങനെയാണ് ഐറ്റങ്ങളുടെ സ്വഭാവം. അതിന്റെ സ്വഭാവം അത് കാണിച്ചു. ഇത് ആര് കണ്ടു? റാഷിദ് സലമി എന്ന് പറയുന്ന വിഗ്രഹാരാധകനായ മനുഷ്യൻ കണ്ടു. ഇത് കണ്ടപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടുന്ന രൂപമാണിത്. ആലോചിച്ച് ഞാൻ ഒരു സംഭവം പറഞ്ഞുള്ളൂ. അദ്ദേഹം പറയാണ്, ഈ ചെന്നായ ആ വിഗ്രഹത്തിന്റെ തലയിൽ കൂടെ അങ്ങനെ മൂത്രമൊഴിക്കുന്ന കണ്ടപ്പോ അദ്ദേഹം പാടാണ്, ഒരു ചെന്നായ തലയിലൂടെ മൂത്രമൊഴിക്കുന്ന ഒന്ന് റബ്ബോ? അതിനെ റബ്ബ് എന്ന് പറയാൻ പറ്റുമോ? ഈ ചെന്നായ മൂത്രമൊഴിച്ചത് ആരുടെ മേലാണോ അത് തീർച്ചയായും നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ റബ്ബായി പരിഗണിക്കാൻ പറ്റൂല എന്നാണ്. അപ്പൊ റബ്ബ് എന്നുള്ളൊരു പദവും റബ്ബിനെ കുറിച്ചുള്ള ഒരു ധാരണയൊക്കെ അവർക്കുണ്ടായിരുന്നു. അത് ആരാധിക്കപ്പെടുന്ന ഒന്നിനാണ് റബ്ബ് എന്ന് പറയാനാണ്. ഇത് മക്കയിലെ ഖുറൈശികൾ, മുശ്രിക്കുകളായ ആളുകൾക്ക്, ബിംബാരാധകർക്ക് വരെ ഉണ്ടായിരുന്ന ഒരു ബോധമായിരുന്നു. അപ്പോ റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നതിനെ പറയാവൂ. ആരാധിക്കപ്പെടുന്നത് ആരാവണം? അത് ഖാലിഖും മാലിക്കും മുദബ്ബിറുമാവണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നൊരു വാക്ക്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. അല്ലാഹു പറയാൻ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയാണ്,
നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ. അപ്പൊ പ്രാർത്ഥന ആരോടാ പാടുള്ളൂ എന്നാ റബ്ബ് പറയണത്? അള്ളാഹുവിനോട്. ആരാധന ആരോടാ പാടുള്ളൂ? അള്ളാഹുവിനോട്. അതുകൊണ്ടാണ് റബ്ബ് എന്ന പദത്തിന് ഇത്രയധികം പ്രാധാന്യം. അത് ഒരു ചില്ലറ വാക്കല്ല എന്നർത്ഥം. അത്രയും പ്രാധാന്യമുള്ള, അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വല്ലാത്ത പദം. നോക്കൂ നിങ്ങൾ, ഇതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ഭൂമി ലോകത്തേക്ക് ഇറക്കിയ മനുഷ്യൻ, ആ മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് അന്താളിച്ചു നിന്നൊരു സമയം ഉണ്ടായിരുന്നു, പരിഭ്രാന്തനായി നിന്നൊരു സമയം. എപ്പോഴാണത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞയച്ചത്? ആദം നബിനോട് അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തു. അതെന്താ? സ്വർഗത്തുനിന്ന് ഒരു പഴം തിന്നാൻ പറഞ്ഞു, അല്ലെ? വലാ തഖ്റബാ ഹാദിഹി ശജറ, ഈ മരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞു. ആ പഴം തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. ശൈത്താൻ പറഞ്ഞു പഴം തിന്നാൻ പ്രേരിപ്പിച്ചു. ആദം നബി കഴിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിന് മാസിയത്ത്, അള്ളാഹു പറഞ്ഞത് അനുസരിക്കാതെ ഒരു തെറ്റ് സംഭവിച്ചപ്പോ ആദം നബിജി ഇപ്പൊ എന്താ ചെയ്യാന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ആദം നബിക്ക് അള്ളാഹു ഒരു വാക്കിറക്കി കൊടുക്കുന്നത്. ആദം നബിക്ക് അള്ളാഹു ഒരു കെലിമാത്ത് ഇറക്കി കൊടുത്തു. അങ്ങനെ ആദം നബി ആ കെലിമാത്ത് ഉപയോഗിച്ചിട്ട് പശ്ചാത്തപിച്ചു. അപ്പൊ എന്ത് ചെയ്തു? അള്ളാഹു ആദം നബിക്ക് പുറത്തു കൊടുത്തു. ശ്രദ്ധിക്കണേ, ഭൂമി ലോകത്ത് മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തപ്പോ ആ തെറ്റിന് അള്ളാഹു പരിഹാരമായി നിശ്ചയിച്ച കാര്യം അള്ളാഹ് ഒരു കെലിമത്ത് ഇറക്കി കൊടുത്തു. ആ കെലിമത്ത് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ ഒന്നാമത്തെ മനുഷ്യന്റെ പ്രാർത്ഥന, മനുഷ്യന്റെ ഒന്നാമത്തെ പ്രാർത്ഥന, അത് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ട പദം എന്താ ഉപയോഗിച്ചത്? അള്ളാഹ് പറഞ്ഞെടുത്ത് എന്താ? എങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹ് പറഞ്ഞെടുത്തത്? റബ്ബന, റബ്ബന ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സൂറത്ത് ആറാഫിലൂടെ അള്ളാഹ് പറയാൻ, അവിടെ അള്ളാഹോട് എങ്ങനെ പ്രാർത്ഥിക്കണം പശ്ചാത്തപിച്ചുകൊണ്ട് എന്നുള്ളത് അള്ളാഹ് പറഞ്ഞെടുത്തപ്പോ അള്ളാഹ് ഉപയോഗിച്ച പദം എന്താ? അള്ളാഹുമ എന്നല്ല, ഇസ്മുൽ ജലാലയാണല്ലോ അള്ളാഹുമ, അല്ലെ? ഇന്നനി അനല്ലാ, അള്ളാഹ്ക്ക് വിളിച്ച പേരാണ് അള്ളാഹു എന്നൊക്കെ പറഞ്ഞു. അത്രയും പ്രാധാന്യം. എന്നാൽ അവിടെ അള്ളാഹ് ഉപയോഗിച്ചത് റബ്ബന എന്ന പദമാണ്. റബ്ബ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ എന്നാണ്. അതിന്റെ പ്രാധാന്യപത്രമുണ്ട്. മനുഷ്യൻ അള്ളാഹുവിനോട് നടത്തിയ ആദ്യത്തെ പ്രാർത്ഥന, നമുക്ക് പരിചിതമായ ആദ്യത്തെ പ്രാർത്ഥന. അതിന് മറ്റൊരു പ്രത്യേകത എന്താ? അള്ളാഹുവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, ആദ്യത്തെ പ്രാർത്ഥന. അതിലുപയോഗിച്ച പദം റബ്ബ് എന്നാണ്. അപ്പൊ അതൊരു എത്ര പ്രാധാന്യമുള്ള ഒരു വല്ലാത്ത പദം തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറയുമ്പോൾ റബ്ബ് എന്നുള്ളതിന് വല്ലാത്തൊരു പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും, അല്ലെ? റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ, റബ്ബേ എനിക്കും എന്റെ മാതാപിതാക്കും പുറത്തു തന്നെ, പ്രവാചകന്മാരെ. അപ്പൊ ഇങ്ങനെ റബ്ബ് എന്ന പദത്തിന് ഒരു വലിയ ഒരു പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും. കാരണം അത് ചില്ലറ പദമല്ല, മറിച്ച് ആശയ വൈപുല്യമുള്ള, വിപുലമായ ആശയങ്ങളുള്ള ഒരു പദമാണ് റബ്ബ് എന്നത്. അപ്പൊ റബ്ബിനെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് സംക്ഷിപ്തമായി പറയുകയാണെങ്കിൽ റബ്ബ് എന്ന് പറഞ്ഞാൽ ഖാലിഖും മാലിക്കും മുദബ്ബിറുമായ ഒരാൾക്ക് റബ്ബ് എന്ന് പറയാൻ പാടുള്ളൂ. റബ്ബ് എന്ന് പറഞ്ഞതിന് അർത്ഥം ഖാലിഖുമാണ്, മാലിക്കുമാണ്, മുദബ്ബിറുമാണ്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവ്, മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ, സർവ്വതിന്റെ ഉടമസ്ഥൻ, അല്ലെ? രാജാതിരാജൻ എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ മുദബ്ബിർ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഈ മൂന്ന് അർത്ഥതലങ്ങളും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണെന്ത്? റബ്ബ് എന്ന് പറഞ്ഞാൽ. ശരി, ഇനി രണ്ടാമത്തെ ഭാഗം അൽ ആലമീൻ. എന്താ ആലമീൻ എന്ന് പറഞ്ഞാല്? ലോകർ, അല്ലെ? ലോകരുടെ രക്ഷിതാവ്, റബ്ബുൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദ്, ഹംദ് എന്ന് പറയപ്പെടുന്നത് എന്തോ? അതെല്ലാം
ലില്ലാഹി അള്ളാഹുവിനാകുന്നു, അവൻ റബ്ബിൽ ആലമീൻ, അവൻ റബ്ബുൽ ആലമീനാണ്, ലോകരുടെ രക്ഷിതാവാണ്. ഈ ലോകർ എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ലോകങ്ങളുണ്ട് ഇവിടെ? അല്ല അല്ലാത്ത ബാക്കിയുള്ള എല്ലാതും അതിൽ പെട്ടു. അല്ല അല്ലാത്ത മലക്കുകൾ വിട്ടു, ജിന്നുകൾ, മനുഷ്യര് വിട്ടു, അതുപോലെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന മൃഗങ്ങളും മത്സ്യങ്ങളും എല്ലാ ജീവജാലങ്ങളും, കാണാൻ കഴിയാത്ത ബാക്ടീരിയകളും എല്ലാം, ഇനിയോ ജീവനില്ലാത്ത വസ്തുക്കൾ അവയും പെട്ടു. എല്ലാം അല്ല അല്ലാത്ത എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും ഈ ലോകർ എന്ന് പറഞ്ഞതിൽ പെട്ടുവെന്നാണ്. അപ്പോ എല്ലാത്തിന്റെ രക്ഷിതാവാറ് റബ്ബാര, അത് അള്ളാഹുവാണ്. അങ്ങനത്തെവനാണ് അള്ളാഹു എന്നാണ്. ഇനി മറ്റൊരു തലത്തിൽ ഇതിനെ പറ്റി പറയുമ്പോൾ, ലോകം എന്ന് പറഞ്ഞത് പ്രധാനമായും നമുക്ക് ഓരോ മനുഷ്യരുടെ ലോകം, ജിന്നുകളുടെ ലോകം, മലക്കുകളുടെ ലോകം, ഇങ്ങനെ കുറെ മൃഗങ്ങളുടെ ലോകം, ഉരകങ്ങള്, ഇങ്ങനെ പലതിനെയും പല ലോകങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ തന്നെ എണ്ണിയാ തീരൂല. നമുക്ക് കണ്ണുകൊണ്ട് കണ്ടത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് പറയാൻ കഴിയോ? ഇല്ല. എന്നാൽ ഇതിനെ മൊത്തത്തിൽ പ്രധാനമായും 2 ലോകങ്ങളാക്കി തിരിച്ചു. അത് അള്ളാഹു പറഞ്ഞതുമാണ്. സൂറത്ത് റാദിലൂടെ അള്ളാഹു പറഞ്ഞു, ആലിമിൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ. 2 ലോകങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ആലിമുൽ ഗൈബി വശഹാദ, അത് ഗൈബിയായ ലോകവും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു ലോകവും. ഗൈബിയായതാണ് നമുക്ക് കാണാൻ അറിയാനോ പറ്റാത്തൊരു ലോകം. അങ്ങനെ 2. ഒന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കാനും എത്തിപ്പിടിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ലോകവും, അതല്ലെങ്കിൽ സൃഷ്ടിജാലങ്ങൾക്ക് എത്താനും എത്തിപ്പിടിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ലോകവും. മറ്റൊന്ന് ഒരു സൃഷ്ടിക്കും അറിയാത്ത ഒരു ലോകവും. ഇതിൽ സൃഷ്ടികൾക്ക് അറിയാവുന്ന ലോകം തന്നെ 2. ഒന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നതും മനുഷ്യനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതും. ഇങ്ങനെയൊക്കെ ലോകങ്ങളെ വ്യത്യസ്തങ്ങളായി നമുക്ക് തിരിച്ചത് കാണാൻ കഴിയും. ഇത് ആരാ പറഞ്ഞു തന്നത്? ഇത്തരം അവസ്ഥകളെ സംബന്ധിച്ച് അള്ളാഹ് തന്നെയാണ്. അപ്പൊ ഒന്ന് സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുന്നതും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ ലോകമുണ്ട്. അതേതാ? അതാണ് ഒന്ന്. മനസ്സിലാക്കാൻ പറ്റുന്നതിനാണ് ആലമു ഷഹാദ എന്ന് പറയാം, മനസ്സിലാക്കാൻ പറ്റാത്തതിനാണ് ആലമുൽ ഗൈബ് എന്ന് പറയാം. ആലമുൽ ഗൈബ്, ഇതിൽ ആലമു ഷഹാദയിൽപ്പെട്ടതാണ് നമ്മൾ കാണുന്ന നമ്മുടെ കൺമുന്നിലുള്ള സാധനങ്ങളൊക്കെ. അതെന്തൊക്കെയാ? മനുഷ്യര്, മൃഗങ്ങള്, മത്സ്യങ്ങള്, ഈ ഭൂമി, ഇവിടെയുള്ള, അതുപോലെ നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങളെ കൊണ്ട് നമുക്കറിയാൻ പറ്റുന്ന ലോകങ്ങള്, അല്ലെ? അതുപോലെ തന്നെ ലബോറട്ടറിയിലൊക്കെ പരിശോധിക്കാൻ, നമുക്ക് അറിയാനും മനസ്സിലാക്കാനും പറ്റുന്ന ലോകം. അതിനപ്പുറം നമ്മുടെ കണ്ണുകൊണ്ട് കാണാന്നല്ല അതിനർത്ഥം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മുടെ പരീക്ഷണങ്ങളെ കൊണ്ടും നിരീക്ഷണം കൊണ്ടും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ലോകം. എന്നാൽ എത്തിപ്പെടാൻ പറ്റാത്ത അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ലഭിച്ച വഹയിലൂടെയും നമ്മെ അറിയിച്ചൊരു ലോകമുണ്ട്. അതാണ് മലക്കുകളുടെ ലോകം, അതാണ് ജിന്നുകളുടെ ലോകം, അതാണ് സ്വർഗലോകം, നരകം, വിചാരണ, മരണത്തിന് ശേഷമുള്ള ഖബർ ജീവിതം. ഇതൊക്കെ അതാണ്. നമ്മളെ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ കഴിയില്ല, അത് ഗൈബാണ്. അതുപോലെ തന്നെ മുൻ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്ത് യൂസുഫിലൂടെ മുഹമ്മദ് നബിയോട്, നബിയെ, യൂസുഫ് നബിന്റെ വർത്തമാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തിൽക മിൻ അംബാഇൽ ഗൈബ് നുഹിഹി ഇലൈക്. അത് നിങ്ങൾക്ക് ഗൈബിയായ വർത്തമാനത്തിൽപ്പെട്ടതാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അറിയില്ല. നബിനോട് അള്ളാഹ് പറയാണ്, നിങ്ങൾക്കത് ഗൈബിയായ വർത്തമാനമാണ്. അപ്പൊ നബിക്ക് ഗൈബ് അറിയോ? ചില ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയാം, അദ്ദേഹം മറഞ്ഞ കാര്യങ്ങൾ പറയും, മറഞ്ഞ കാര്യങ്ങൾ അറിയാം. നമ്മൾ ഇവിടുന്ന് ചെയ്യണമൊക്കെ നബി ഇങ്ങനെ ഖബറിൽ കണ്ടുകൊണ്ടേ നിൽക്കാൻ, നമ്മൾ ഇവിടുന്ന് പറയണതൊക്കെ നബി ഖബറിൽ കേട്ടുകൊണ്ടേ നിൽക്കാൻ. അങ്ങനെ ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ?
ഇല്ല. എന്തേ? പരലോകത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട്, ഒരു വിചാരണ. വിചാരണ എന്താണെന്നറിയോ? വിചാരണക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും വരും. എല്ലാ ആളുകളും വരുമ്പോൾ ചില ആളുകൾ മാത്രം നബിന്റെ അടുത്തേക്ക് വരും. നബി അതിന് ഹൗദുൽ കൗസർ ഇങ്ങനെ മുക്കി കൊടുക്കും. അവരത് വാങ്ങിയിട്ട് അങ്ങനെ കുടിക്കും. വേറെ ചില ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും അത് കുടിക്കാൻ. നബിക്ക് ആഗ്രഹം ഉണ്ടാവും അത് കൊടുക്കാൻ, തരാൻ കഴിയൂല, ഒരു വരൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, യാ റബ്ബി ഉമ്മത്തി, യാ റബ്ബി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് അല്ലാഹ്, അത് അവർക്കതിന് അവസരം കൊടുക്കണം നബി പറയും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് പറയപ്പെടും, ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക്, പ്രവാചകരെ താങ്കൾക്കറിയില്ല അവരെന്താണ് താങ്കൾക്ക് ശേഷം, താങ്കൾ അവരിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം അവരെന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് താങ്കൾക്കറിയില്ല. ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരോ എന്തിനാ അകറ്റി നിർത്തിയത്, എന്തേ അവർക്ക് ഇത് കൊടുക്കാൻ കഴിയാത്തതെന്ന് ചോദിക്കോ? ഇല്ല. അപ്പൊ നബിനോട് അള്ളാഹ് പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല എന്നല്ല, ഇന്നക ലാ തദ്രീ, നിങ്ങൾക്ക് അറിയില്ല നബിയെ. അപ്പൊ നബിക്ക് ഗൈബ് അറിയില്ല എന്ന് അള്ളയാണ് പറയാൻ, അല്ലേ? അള്ളയാണ് പറയാൻ നബിക്ക് ഗൈബ് അറിയില്ല. അതുപോലെ തന്നെ ഒരു ആയത്ത് കാണാൻ കഴിയും നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അള്ളാഹു പറയാണ്, ഖുൽ, പറയുക പ്രവാചകരെ, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ശാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനി അസ്സൂഉ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഖുൽ, പറയുക പ്രവാചകരെ, ലാ അംലികു നഫ്സി നഫ്അൻ വലാ ദർറ, എന്റെ സ്വദേഹത്ത് തന്നെയും ഞാൻ ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ ഉണ്ടാക്കാൻ ഞാൻ ഒന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാൽ എനിക്കതിന് കഴിയില്ല, അത് അള്ളാഹ് തന്നെ ചെയ്യണം. എനിക്കൊരു ഉപദ്രവം ഉണ്ടാകുന്ന അതിനും കഴിയില്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. എന്നിട്ട് നബി പറയാൻ, വലോ കുന്തു അഅലമുൽ ഗൈബ, ഗൈബ് അറിയുന്ന ആളായിരുന്നു ഞാനെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ഞാൻ ഒരുപാട് നന്മകൾ അധികരിപ്പിക്കുമായിരുന്നു. ഗൈബ് നബിക്ക് അറിയില്ല. ആരാ പറഞ്ഞത്? നബിനോട് പറയാൻ അള്ളാഹു പറയാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണും, നമ്മളെ കേൾക്കുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട്, നബി എല്ലാം അറിയും. നബിയേ എന്നാണ് വിളിച്ചാൽ മതി, നബിയോട് കേൾക്കും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. നബി അറിയില്ല, കേൾക്കൂല. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നബി എന്നെ പറയുമായിരുന്നു. അപ്പോ ചില ആൾക്കാർ പറയണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ സലാത്ത് ചൊല്ലിയാൽ നബിക്ക് അത് അറിയല്ലോ. അതെ, അതെങ്ങനെയാ? യുഅരിദു അലയ്യ, എനിക്കത് എത്തിക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. അല്ല നബി ഡയറക്റ്റ് കാണാൻ ഖബറിൽ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ നമ്മളിങ്ങനെ നോക്കി കാണല്ല. ഈ ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും ചെല്ലുന്ന സലാത്ത് ഇങ്ങനെ കേൾക്കുകയല്ല, മറിച്ച് അള്ളാഹുവിന്റെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ സലാം പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് മലക്കുകൾ എത്തിച്ചു കൊടുക്കാൻ. അപ്പൊ ഗൈബ് അറിയുന്ന ആളല്ല നബി. പിന്നെ ആർക്കാ ഗൈബ് അറിയാം? അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. ഖുൽ, പറയുക പ്രവാചകരെ, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്, അള്ളാഹുവല്ലാതെ ആകാശഭൂമികളിലെ ഗൈബ് അറിയില്ല എന്ന് പറയൂ പ്രവാചകരെ. അപ്പൊ മറഞ്ഞ കാര്യങ്ങള്, വരാനിരിക്കുന്ന കാര്യങ്ങള്, അതൊക്കെ ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രം. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അറിയില്ല. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയില്ല. പിന്നെ എങ്ങനെയാ നമ്മളെ നാട്ടിലെ ചില ബീവിമാർക്ക്, അല്ലെങ്കിൽ ചില തങ്ങന്മാർക്ക്, ചില ഉസ്താദുമാർക്ക്, ചില ഔലിയാക്കന്മാരാന്ന് പറഞ്ഞെടുക്കണ ചില ആൾക്കാർക്കൊക്കെ അറിയാം? അള്ളാഹിന്റെ റസൂലിനേക്കാളും വലിയ ആൾക്കാരാണ് അവരൊക്കെ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അപ്പൊ ആലിമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അതൊരു അള്ളാഹ്ക്ക് മാത്രം അറിയാവുന്ന ഒരു ലോകമാണ്. അതിലുള്ള കാര്യങ്ങൾ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നാലേ നമുക്കറിയുള്ളൂ.
അത്തരം അറിവാണ് സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണ വരാനുണ്ട്, അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന് ഇന്ന സിഫത്തുകളൊക്കെ ഉണ്ട്, പരലോകത്തിന്റെ അവസ്ഥ ഇന്നതാണ്, മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹ് നമുക്ക് അറിയിച്ചു തന്നു. അതുകൊണ്ട് നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്ക് നമുക്കറിയില്ല. അപ്പൊ എന്താണോ ഇത്തരം കാര്യങ്ങളെ കുറിച്ച്, ആലമുൽ ഗൈബിനെ കുറിച്ച്, അദൃശ്യമായ ലോകത്തെക്കുറിച്ച് അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് മാത്രമേ നമുക്കറിയുള്ളൂ. എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിക്കാത്തത് അതൊന്നും നമുക്ക് അറിയാനും കഴിയില്ല. ഇത് അല്ലാത്ത വേറൊരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മറ്റൊരാൾക്കും ആകാശ ലോകത്ത് നിന്ന് വഹിയും കിട്ടണില്ല. അപ്പൊ വേറൊരാൾക്കും ഞാൻ അറിയാനും തരല്ല. ഇവിടെ നമ്മളെ ഉമ്മത്ത് വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്, ഒരവസ്ഥയുണ്ട്. എന്താ? എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അത് ഒരു ആളെടുത്ത് പോകുമ്പോൾ അയാൾ പറയണത് ഞങ്ങളെ അയൽവാസി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെ, അതല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ച ഒരു പാത്രത്തിൽ നിന്ന് തിന്നിരുന്ന ആൾക്കാരെ കൂട്ടത്തിൽ ആരോ ചെയ്തു വെച്ചതാണ്. ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം? അറിയില്ല. പിന്നെ അത് വിശ്വസിച്ചിട്ട് നമ്മൾ അതേമാതിരിയൊക്കെ അയാൾ പറഞ്ഞതൊക്കെ കേട്ട് നമ്മളെ പോക്കറ്റും കാലിയാവും, നമ്മുടെ മാനവും പോവും, അഭിമാനവും പോവും. എത്ര കേസുകളാ. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഒരു വിശ്വാസിയാണെങ്കിൽ, ഒരു മുസ്ലിം ആണെങ്കിൽ നമുക്കൊരു ഈമാൻ വേണം. എന്താ ഈമാൻ? എന്റെ ജീവിതത്തിൽ ഇടപെടാൻ അള്ളാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. എനിക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് തീർത്തു തരാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ്. കാരണം നമ്മൾ റബ്ബിനെ പറ്റി എന്താ പറഞ്ഞ? മുദബ്ബിർ, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്, എല്ലാറ്റിന്റെ ഉടമസ്ഥനാണ്, എല്ലാം സൃഷ്ടിക്കുന്നവനാണ്. ആ റബ്ബ് ഉണ്ടായിരിക്കും. എന്തിനാ ഞാൻ ഈ പാണന്മാരെയും പണിക്കന്മാരെയും തങ്ങന്മാരെയും ബീവിമാര് ഔലിയാക്കന്മാര് എന്നൊക്കെ പറഞ്ഞു നടക്കണ കളവ് പറയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോണത്? അള്ളാഹ് പറഞ്ഞതല്ല ഏറ്റവും വലിയ സത്യം. അള്ളാഹ് എന്താ പറഞ്ഞത്? അള്ളാഹ്ക്കല്ലാതെ ഗൈബ് അറിയില്ല, അള്ളാഹിന്റെ റസൂലിന് പോലും അറിയില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് അറിയാം? അപ്പൊ ഇവര് വെറുതെ ആലോചിച്ചുണ്ടാക്കി പറയലാണ്. പിന്നെ ഉണ്ടല്ലോ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോഴാണ് കുറെ ധാരണകൾ. ഇപ്പൊ നമുക്കൊരാളെ മുഖത്ത് നോക്കിയാല് അയാള് ദേഷ്യത്തിലാണോ, അയാള് സന്തോഷത്തിലാണോ, മാനസികമായ വിഷമം അനുഭവിക്കും, മുഖത്തുനിന്ന് ഇങ്ങനെയുള്ള ചില പഠനങ്ങളിലൂടെയുള്ള ചില കാര്യങ്ങൾ നോക്കിയിട്ട് ഇവരെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഒന്ന്. രണ്ടാമത്, ഷെയ്ത്താന്റെ അടുക്കൽ നിന്ന് വല്ല കാര്യങ്ങളും കിട്ടിയാൽ അതുണ്ടാവും. അത്തരം ആളുകൾ പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ലതാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വർത്താനം ഉണ്ട്. എന്താ അറിയോ? ഇപ്പൊ നമുക്കൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടോ, അതാ ഇന്ന ഔലിയന്റെ അടുത്തേക്ക് പോയപ്പോ അയാളങ്ങോട്ട് പറഞ്ഞല്ലോ, ഇന്ന തങ്ങളുടെ അടുത്തേക്കാണ് പോയപ്പോ അയാളാണ്ട് പറഞ്ഞല്ലോ, അല്ലെ? അല്ലെ ഇന്നൊരു ഒരു പണിക്കരുണ്ട്, ഒരു ജ്യോത്സ്യുണ്ട്, അയാളുടെ അടുത്ത് പോയപ്പോ അയാളങ്ങോട്ട് ഒന്നായിട്ട് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞു വിചാരിച്ച് പോകാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും മൻ അതാകാഹിനൻ ഔ അറാഫൻ, ഇങ്ങനെ കണക്ക് നോക്കി പറയുന്ന, ഇങ്ങനെ പ്രവചനങ്ങൾ നടത്തുന്ന, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആൾക്കാര്, അപ്പൊ അയാളുടെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ ഒന്നായിട്ട് കൂലം കുത്തി ഒഴുകാൻ, അങ്ങനത്തെ കുറെ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? നിങ്ങൾ ആരെങ്കിലും അയാളുടെ അടുത്ത് പോയാൽ, എന്നിട്ട് അയാൾ പറഞ്ഞൊക്കെ കേട്ടു, ഫസദ്ദഖഹു ബിമാ യഖൂൽ, അയാൾ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടു, ശരി തന്നെ ഏട്ടാ, അങ്ങനെയൊക്കെ ഉണ്ടാവും, അതന്ന് അയാൾ പറഞ്ഞില്ലല്ലോ അല്ലെ. നമ്മളങ്ങനെ ചില ആൾക്കാർ പ്രവചനങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കാണും, സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കൊക്കെ കാണും. അപ്പൊ അത് സംഭവിച്ച അന്ന് അയാൾ പറഞ്ഞില്ലല്ലോ അല്ലെ. അങ്ങനെ അയാൾ പറഞ്ഞാൽ നിങ്ങൾ സത്യപ്പെടുത്തിയോ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിശ്വസിച്ചിരിക്കുന്നു. ഇസ്ലാമെന്ന് പുറത്തു പോയി. എന്താ വേണ്ടേ? എന്ത്? ഇസ്ലാമെന്ന് പുറത്തുപോയി. ആര്? ഇങ്ങനെ വല്ല പണിക്കന്മാരെ വെങ്ങന്മാരെ ഒക്കെ എടുത്തു പോയിട്ട് ഒരു പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണെന്ന് വിശ്വസിച്ചാൽ അത് പോകാൻ തന്നെ പാടില്ല എന്നാണ്. അങ്ങനെ പോകാത്തവർക്ക് നിർഭയത്തുള്ളൂ. കാരണം അവർക്ക് പിന്നെ അള്ളാഹുവിൽ വിശ്വാസം കൂടും. എന്റെ റബ്ബുണ്ട്, പിന്നെ എന്തിനാ ഞാൻ പേടിക്കണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ആ അള്ളാഹുവിൽ വിശ്വസിച്ച ആൾക്കാരാ. അവരൊരു പാണന്റെയും പണിക്കന്റെയും ഔലിന്റെയും തങ്ങളെയും ബീവിന്റെയും ഉപ്പാപ്പാന്റെയും
ഒന്നും എടുത്തു പോയില്ല, ഒരു സ്വാമിന്റെ അടുത്തും പോയില്ല. അവരൊക്കെ ജീവിച്ചത് അള്ളാഹുൽ തവക്കുലെത്തിട്ട പടച്ച റബ്ബേ നിൽക്കുന്നുണ്ട്. റബ്ബേ റബ്ബേ എന്ന വിളിയാണ് അവർക്ക്. ഇതാണ് നമുക്കുണ്ടാവേണ്ടത്. ആ റബ്ബുണ്ടല്ലോ, റബ്ബിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ, ആ റബ്ബിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല. റബ്ബുൽ ആലമീൻ ഉണ്ടാകും നമ്മുടെ കൂടെ. ആ റബ്ബുൽ ആലമീനാ നമ്മൾ പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനത്തെ രക്ഷിതാവ്, എല്ലാത്തിനും കൂടെയുള്ള, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു. ആ അള്ളാഹുവിന് സ്തുതി പറയുന്നവരാ നമ്മൾ. പിന്നെ എന്തിനാ നമുക്ക് അള്ളാഹു അല്ലാത്ത ആൾക്കാരെ? പിന്നെ നമ്മുടെ എന്ത് പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹിനോട് പറഞ്ഞ അള്ളാഹ് കേൾക്കൂലേ? പിന്നെ എന്താ കാരണം? അടുത്ത വാക്കെന്താ? അർ-റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു. റഹ്മാൻ റഹീം നമ്മൾ കേട്ടതാണല്ലോ, കഴിഞ്ഞ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു റഹ്മാൻ റഹീം. ആ വിശാലമായ കാരുണ്യത്തിനുടമയായ റബ്ബുൽ ആലമീനാണ് നമ്മുടെ നാഥൻ. ആ നാഥന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കും. ആ നാഥന് നമ്മൾ ആ നാഥനോട് പ്രാർത്ഥിക്കുന്നു. ആ നാഥൻ തന്നെയാ നമ്മോട് പറഞ്ഞത് ഉദ്ഉനി വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ആരാ പറഞ്ഞത്? ആ അള്ളാഹുവാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റബ്ബിനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. അപ്പോ തൗഹീദുർ റുബൂബിയ എന്ന് പറയുന്ന റബ്ബ് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസം അത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ, അത് ആ വിശ്വാസം ശരിയാകണമെങ്കിൽ, നമ്മുടെ തൗഹീദ് ലാ ഇലാഹ അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന് പറയുന്ന നമ്മുടെ ഈമാൻ ശരിയാകണമെങ്കിൽ, അള്ളാഹു അല്ലാതെ റബ്ബില്ല എന്ന് നാവ് കൊണ്ട് പറയുന്നതോടൊപ്പം ജീവിതം കൊണ്ട് തെളിയിക്കുക കൂടെ കാണും. തൗഹീദ് റുബൂബിയ സ്ഥിരപ്പെടുത്തണം. അതിനെ തൗഹീദ് റുബൂബിയ എന്ന് പറയുന്നത്. റബ്ബ് അള്ളാഹുവേ ഉള്ളൂ. മറ്റേ ആ സ്വഹാബി, ഒരു ബിംബാരാധകനായി ആയിരുന്ന സ്വഹാബി മുസ്ലിം ആയുള്ള കാരണം പറഞ്ഞില്ലേ? മൂത്രമൊഴിക്കണ റബ്ബിനെ കണ്ടു, ഒരു റബ്ബിന്റെ മേത്തു കൂടെ മൂത്രമൊഴിച്ചു. മൂപ്പര് റബ്ബായി കണ്ടിരുന്ന ഒരു സാധനം ഉണ്ട്, ഒരു വിഗ്രഹം, അതിന്റെ മേലെ കൂടെ മൂത്രമൊഴിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി അതെന്താ, ഇത് റബ്ബല്ല. കാരണം ആ നായനോട് പോ നായ എന്ന് പറഞ്ഞ ആട്ടി വിടാൻ പോലും കഴിയാത്ത ആളെങ്ങനെ റബ്ബാവുക? ആ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ബുദ്ധി പോലും ഇസ്ലാമിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ആൾക്കാർക്കില്ല. കാരണം എന്തേ? അവര് ശുഹദാക്കന്മാരായ കുറെ ആൾക്കാരെ വിളിച്ച് തേടാണ്. എങ്ങനെ ഒരു ശുഹദാക്കന്മാരായത്? വേറെ ഏതോ ആൾക്കാരെ കയ്യിൽ നിന്ന് തലക്ക് തല്ലിട്ടി, നല്ല വടികൊണ്ട് അടിയിട്ടി മരിച്ചുപോയതാണ്. അപ്പൊ ആ അടി പോലും തടുക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഇത്. ഓമാൻ ശുഹദാക്കൾ എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ ഔറത്ത് മറക്കണം എന്നറിയാത്ത മനുഷ്യനായിരുന്നു ഓച്ചിറപ്പാപ്പ. അയാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിക്കാത്ത തൗഹീദ് റുബൂബിയ്യയിൽ നിന്ന് എന്തായാലും പോയി. മക്കയിലെ തരം മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് ആകാശഭൂമികളെ രക്ഷിതാവാനോട് പറയും അത് റബ്ബാണ്, അള്ളാഹു. റബ്ബുൽ കാബ, റബ്ബാണെന്ന് ചോദിച്ചാൽ അബൂദർക്കുള്ള ആൾക്കാർ പറയും അള്ളാഹു ആണ്. നമ്മളെ ആൾക്കാർക്ക് ഈ റബൂബിയൽ പോലും ചടങ്ങ് വരുമെങ്കിൽ എന്താ അവസ്ഥ? അതുകൊണ്ടാണ് തൗഹീദിനെ അംഗീകരിച്ച ഒരാള് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുകയാണെങ്കിൽ അതൊരു വല്ലാത്ത വർത്തമാനായിരിക്കും. അപ്പൊ റബ്ബ് ആരെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഹംദ് പറയണം എന്നാണ്. അവൻ ആരാ? അർ-റഹ്മാനുർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ നാഥൻ. ആ നാഥനാണ് റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനാണ് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുന്നത് എന്നാണ്. അപ്പോ സഹോദരങ്ങളെ, സഹോദരിമാരെ, റബ്ബിനെ വിട്ടൊരു കളി നമുക്ക് പാടില്ല. റബ്ബിനോട് പറയേണ്ടത് റബ്ബിനോട് മാത്രമേ പറയാവൂ. റബ്ബാരെന്നറിഞ്ഞവൻ റബ്ബിനോടെ പറയൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ മുശ്രിക്കുകൾ കണ്ട വെട്ടി നുറുക്കി കൊന്ന്
അവരെ കഅബയുടെ അടുക്കലുള്ള മുശ്രിക്കുകളുടെ നേതാക്കന്മാർക്ക് കൊണ്ടുപോയി കാഴ്ചവെക്കാൻ വേണ്ടി തെരഞ്ഞു വന്ന സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിയെ അവരൊന്നും ഇപ്പൊ കാണൂല നമ്മളെ. അപ്പൊ ആ നബിന്റെ ചോദ്യം, വമാ ളന്നുക യാ അബൂബക്കർ അൻ ഇസ്നൈൻ സാലിസുഹുമല്ലാഹ്. അതാണ് റബ്ബിലുള്ള വിശ്വാസമാണത്. എന്താ അബൂബക്കറെ രണ്ടാൾക്കാരെ കുറിച്ച് താങ്കളുടെ വിചാരം, ധാരണ? മൂന്നാമനായിട്ട് അവരൊപ്പം ആരാളാരോ? അള്ളാഹു ഉണ്ട്. ആ മുശ്രിക്കീങ്ങൾക്കൊന്ന് താഴേക്ക് നോക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. താഴത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ കാണും, പക്ഷെ നോക്കാനോട് തോന്നണ്ടേ? ഇപ്പൊ നമ്മൾ പറയും, നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പോയാല് ഞാനത് എവിടെ വെച്ചതെന്ന് അറിയില്ല, എവിടെ വെച്ചറിയാം. അപ്പൊ ഈ കുട്ടികൾ ആരെയും ഒന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എടുത്തരും, എവിടെ നിങ്ങൾ നോക്കിനി, അല്ലെങ്കിൽ എവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിനെന്ന് ചോദിക്കും. എനിക്ക് അവിടെ നോക്കാൻ തോന്നിയില്ല, വേറെ എല്ലായിടത്തും ഞാൻ നോക്കി എന്ന് പറയും അല്ലേ. എന്നാൽ ഇത് പട്ടാപ്പകല് എന്ന് പറയില്ല നമ്മള്, പകല് സമയം താഴത്തേക്ക് സ്വന്തം നിൽക്കുന്ന കാലിന്റെ ചെരുപ്പുമലേക്കോ കാൽമലേക്കോ നോക്കാൻ തോന്നിയാൽ അവരെ കാണരുത്, നോക്കാൻ തോന്നിയില്ല. അപ്പോ ആ രൂപത്തിൽ നമുക്ക് സംരക്ഷണം നൽകുന്ന, ആ രൂപത്തിൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ഏറെ ഇഷ്ടപ്പെടുന്ന കാരുണ്യത്തിന്റെ നിറകുടമായ വറ്റാത്ത കാരുണ്യത്തിന്റെ ഉടമയായ റബ്ബ്, ആ റബ്ബിനാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അപ്പോ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഇവിടെ പഠിപ്പിച്ചില്ലേ ഉസ്താദേ, പിന്നെ ആലിമിൽ ഗൈബായ കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം അറിയാവുന്നതാണ്. അപ്പൊ നമ്മള് മുൻപൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഖുർആനൊക്കെ ഓതിയിട്ടുണ്ട്. അപ്പൊ ആ ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് മലക്കുകളെ കൊണ്ട് അള്ളാഹു തആല ആർക്ക് ഓതിയാലും അങ്ങനെ എത്തിക്കുകയില്ല എന്നാണ് ഇപ്പൊ ഖുർആൻ പഠിച്ചതിൽ അറിയാൻ കഴിയുന്നത്. അതിന്റെ ഗുണങ്ങൾ എത്തിക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്കല്ലേ ഉപയോഗം വരുള്ളൂ. പ്രാർത്ഥന മുഴുവൻ അള്ളാഹു തആല എത്തിക്കും. ഓക്കെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഖുർആൻ ഓതിയാൽ ആ ഖുർആൻ അവർക്ക് എത്തിക്കോന്നാണ് ചോദ്യം അല്ലെ? ഖുർആൻ ഇപ്പോ നമ്മൾ മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ വിട്ട മറ്റൊരു ലോകമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് അബദ്ധത്തിൽ എത്തിപ്പെടുന്ന ഒരു വിഷയമാണ്. മരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ ഭൂമിയിലെ ഉള്ള ആളുകൾക്കും ആ മരിച്ച വ്യക്തിയും തമ്മിൽ ഇദ്ദേഹത്തെ മറമാടി അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവെ പുറത്തു കൊടുക്കണേ എന്ന് പറയാം. ഇതാണ് നമ്മുടെ ബാധ്യത. അതിനപ്പുറമുള്ള ഒരു ബാധ്യത എന്താന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാം. നബി എന്തൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ അതൊന്നും ചെയ്യാനും പാടില്ല. നബി അപ്പോ മരണപ്പെട്ട ആളുകൾക്ക് എന്തൊക്കെ ഗുണം ലഭിക്കും, എന്ത് ചെയ്താൽ ഗുണം ലഭിക്കും എന്നറിയാം. അത് അള്ളാഹ്ക്ക് മാത്രമാണ്. കാരണം ആലമുൽ ഗൈബ് അള്ളാഹ് മാത്രമാണ്. ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമാണല്ലോ ബർസഖി. അവിടെയുള്ള കാര്യം എന്തൊക്കെ അവർക്ക് കിട്ടും, എന്തൊക്കെ കിട്ടൂല എന്ന് അറിയുന്നത് അള്ളാഹ്ക്ക് മാത്രമാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിനോട് പറഞ്ഞു, നബിയെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞെടുത്തോളൂ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി, അതൊക്കെ അവർക്ക് കിട്ടും. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അതേ ചെയ്യാവൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യത്തിൽ ഈ ഖുർആനോത്തില്ല. മറിച്ച് എന്താ ഉള്ളത്? പടച്ചോനെ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മയ്യിത്ത് സ്കരിക്കുന്നത്. അതുകൊണ്ടാണ് മരണപ്പെട്ട ആൾക്കാരെ പേരെടുക്കുമ്പോൾ ഇർഹമുക്കുമുല്ലാ അല്ലെ റഹിമഹുല്ലാ ഗഫറഹുല്ലാ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നമ്മളെ വാപ്പാനെ പറയുമ്പോൾ അള്ളാഹു വാപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ അല്ലെ, മരണപ്പെട്ടു പോയ ഉമ്മമാരുള്ള ആളുകൾ അള്ളാഹുമ്മാക്ക് പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള തൗഫീഖ് നൽകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കും അവർക്ക് നമുക്കൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയോടൊപ്പമുള്ള മറ്റൊരു കാര്യമാണ്, അവർക്ക് വേണ്ടി എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ അതിന്റെ ഗുണം അവർക്ക് ലഭിക്കും. എന്റെ വാപ്പാക്ക് ഒരു സഹാബി ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ വിശദമായിട്ട് തന്നെ പറയാന്ന് വിചാരിച്ചതാട്ടോ, കാരണം ഇനി ഈ ഒരു സംശയം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോ നബിയെ എന്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ വാപ്പാന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുവോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പുറത്തു കൊടുക്കും. നിന്റെ വാപ്പക്ക് വേണ്ടി നീ സ്വതക്ക ചെയ്താൽ ആ സ്വതക്ക ചെയ്ത കാരണത്താൽ വാപ്പയുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ നമുക്ക് വാപ്പക്കോ ഉമ്മാക്കോ അടുത്ത ബന്ധുക്കൾക്കോ മരണപ്പെട്ടു പോയ നമ്മുടെ ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സ്വതക്ക ചെയ്യാം. അപ്പൊ അതിന്റെ കാരണത്താൽ അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ മറ്റു ഒരു കാര്യം, അവർക്ക് എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടം മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ ആ കടത്തിൽ നിന്ന് അവർ മുക്തരാകും. നോമ്പ് കട ഉണ്ടെങ്കിൽ, ഫർള് നോമ്പ് സുന്നത്ത് നോമ്പല്ല,
ഫർള് നോമ്പ് കടം ഉണ്ടെങ്കിൽ ആ കടം മക്കൾക്ക് നോറ്റുകൂട്ടാം. അതുപോലെ തന്നെ ഹജ്ജ് ഉംറയൊക്കെ കടമുള്ള ആൾക്കാരാണെങ്കിൽ മക്കൾക്ക് അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ അള്ളാഹു അവരെ ആ കുറ്റത്തിന് ഒഴിവാക്കും. ഉംറ ചെയ്ത കുറ്റത്തിന് ഒഴിവാക്കും. അള്ളാഹ്ക്കുള്ള കടം വിട്ടാം. നേർച്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്ന് നേർച്ച നിർന്നിരിക്കുന്നു, പക്ഷെ അത് നിർവഹിക്കുന്നതിന് അദ്ദേഹം മരണപ്പെട്ടു പോയി, എന്നാൽ ആ നേർച്ച മക്കൾക്ക് നിർവഹിക്കാം. ഇങ്ങനെ സാമ്പത്തികമായി ചിലവഴിച്ചുകൊണ്ടും നോമ്പും ഹജ്ജും ഉംറയും അല്ലാത്ത ആരാധനകൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ നിർവഹിച്ചാൽ അതിന്റെ ഗുണം അവർക്ക് ലഭിക്കുമെന്ന് അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് പറയാൻ നിർവാഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ ഒരാൾ പോലും മരണപ്പെട്ടു പോയ ഒരാൾക്ക് വേണ്ടി സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തഹ്ലീലോ തഹ്മീദോ തസ്ബീഹോ ഒന്നും ചൊല്ലിയിട്ടില്ല. ഒരായത്ത് പോലും സ്വഹാബത്ത് ആരും ഓതിയിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ആയിരുന്നല്ലോ ഖദീജ റളിയല്ലാഹു അൻഹ. എപ്പോഴും പറയായിരുന്നു നബി, വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിക്ക്. ആ ഖദീജ ബിവിക്ക് വേണ്ടി ഒരു ആയത്ത് പോലും നബി ഓതിയിട്ടില്ല. ഞാൻ നബി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബിയുടെ മക്കൾക്ക് വേണ്ടി, ചെറിയ മക്കളാ, അവരും മരിച്ചുപോയി. ആ മക്കൾക്ക് വേണ്ടി ഒരിക്കൽ പോലും, വലിയ മക്കളും മരിച്ചുപോയി. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ വെൽപ്പിച്ചതിന് ശേഷം മരിച്ച ആളാണ്. ആ കുട്ടിക്ക് വേണ്ടി നബി ഒരായത്ത് പോലും ഓതിയിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നബി അത് ചെയ്യൂലായിരുന്നോ? അല്ലെങ്കിൽ നബി ചെയ്യാൻ പഠിപ്പിക്കൂലായിരുന്നോ? അപ്പൊ മരണപ്പെട്ടു പോയ ആളുകൾക്ക്, ജീവിച്ചിരിക്കുന്ന ആൾക്ക് ചെയ്യാൻ പറ്റുക അള്ളാഹുവോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അവർക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ അത് വീട്ടുക എന്നുള്ളതാണ്. സാമ്പത്തികമായി അവരുടെ പാപങ്ങളൊക്കെ പുറത്തെടുക്കാൻ വേണ്ടി അള്ളാഹുവിന് സ്വതക്ക ചെയ്യുക, അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ഖുർആനോത്തോ ദിക്റുകളോ മറ്റുള്ള സ്വലാത്തുകളോ ഒന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഇല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലുക, അല്ലാതെ ഖുർആൻ ഓതിയിട്ട് അങ്ങനെ പഠിപ്പിക്കപ്പെട്ടില്ല. അത് ബിദ്അത്താണ്. നബിക്ക് വേണ്ടി ഖുർആൻ ഓതുക, അത് ബിദ്അത്താണ്. എന്നാൽ സ്വലാത്ത് ചൊല്ലുക, ധാരാളമായി സ്വലാത്ത് ചൊല്ലുക, നബിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അള്ളാഹിന്റെ ദീൻ പഠിക്കാനുള്ള സംരംഭത്തിൽ നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ആവണോ അത്രയും നമ്മുടെ ദുനിയാവും ആഖിറവും നന്നായി തീരും. പടച്ച റബ്ബ് സ്വീകരിക്കുന്ന അമലുകൾ ചെയ്യുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വ മുഖാമ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.